പുനർജനി പദ്ധതിക്കായി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചെന്ന് വി.ഡി. സതീശൻ സമ്മതിക്കുന്ന വീഡിയോ ഇഡിക്ക് മുന്നിൽ ഹാജരാക്കുമെന്ന് പരാതിക്കാരൻ ജെയ്സൺ പാനിക്കുളങ്ങര. പരമാവധി തെളിവുകൾ ഹാജരാക്കണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടാം തവണയാണ് ഇഡി ജെയ്സന്റെ മൊഴിയെടുക്കുന്നത്. പദ്ധതിക്ക് വേണ്ടി ഫെമ നിയമമടക്കം വി.ഡി. സതീശൻ ലംഘിച്ചുവെന്നാണ് പരാതി. 2018 പ്രളയബാധിതരെ സഹായിക്കാൻ പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർജനി. ഇത് നടപ്പിലാക്കാൻ വിദേശത്ത് നിന്ന് അനധികൃതമായി പണം സ്വീകരിച്ചുവെന്നാണ് കാതിക്കുടം ആക്ഷൻ കൗൺസിലിന്റെ പരാതി. ഇത്തരത്തിൽ പണം പിരിച്ചതുവഴി വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിക്കപ്പെട്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി വീണ്ടും പരാതിക്കാരൻ ജെയ്സൺ പാനിക്കുളങ്ങരയുടെ മൊഴിയെടുക്കുന്നത്. പരമാവധി തെളിവുകൾ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയതായിട്ട് ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വി.ഡി. സതീശൻ പൈസ വാങ്ങി എന്ന് സമ്മതിക്കുന്ന പുതിയ വീഡിയോ. അത് ബർമിംഗ്ഹാമിൽ പോയി എന്നും അവിടെ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ആ പൈസ വാങ്ങി എന്ന് സതീശൻ തന്നെ സംസാരിക്കുന്ന വീഡിയോ ആണ് ഇന്ന് പുതുതായിട്ട് നമ്മൾ ഹാജരാക്കുന്നത്. ജെയ്സൺ പാനിക്കുളങ്ങരയിൽ നിന്ന് ഇഡി മെയ് 16 മൊഴിയെടുത്തിരുന്നു. ബർമിംഗ്ഹാമിലെത്തി പണം പിരിച്ചെന്ന് വി.ഡി. സതീശൻ സമ്മതിക്കുന്ന ഇലക്ട്രോണിക് തെളിവുകൾ അന്ന് ഇഡിക്ക് കൈമാറിയിരുന്നു. സതീശന് വിദേശത്ത് പണപ്പിരിവ് നടത്താൻ അനുമതിയില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ, വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ച് CBI നൽകിയ കത്ത്, വിജിലൻസിന് നൽകിയ പരാതികൾ, സ്വീകരിച്ച തുടർ നടപടികൾ, കത്തിടപാടുകൾ എന്നിവയും കൈമാറി. എന്നാൽ പണം പിരിക്കാനല്ല വിദേശത്ത് പോയതെന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വ്യക്തമാക്കിയത്. ന്യൂസ് മലയാളം, കൊച്ചി.